നമ്മളെന്തിനു ആവശ്യമില്ലാത്തൊക്കെ പഠിക്കാൻ നിൽക്കുന്നത്? ആവശ്യമുള്ളത് തന്നെ ഇഷ്ടം പോലെ പഠിക്കാണ്ട്, അത് പഠിക്കാൻ അവസരം കിട്ടാത്ത സാഹചര്യങ്ങളുണ്ട് വരെ ചിലർക്ക്. ഇത് ഈ രണ്ടാം ശനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് അറബിയിൽ എന്ത് പറയണമെന്ന് നമ്മൾ വെറുതെ എന്തിനാ ആലോചിച്ച് തല ഉണ്ടാക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. പഠിക്കാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. സ്ഥിരം ഉപയോഗിക്കണ വാക്കാണ് എയർപോർട്ട്. എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അതിൻ്റെ അറബി പറയാൻ അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. മത്താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടാണ്. മത്താറാവണം, മത്തർ പാടില്ല. മത്തർ എന്ന് പറഞ്ഞാൽ മഴ. രണ്ടും മനസ്സിലാക്കണം. രണ്ട് കാര്യങ്ങൾ പഠിച്ചില്ലേ? അതായത് മത്താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ട്, മത്തർ അത് നീളം കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മഴ എന്നാണ്. മനസ്സിലായില്ല? ഇനി ടിക്കറ്റിന്, ഇത് നമുക്ക് സ്ഥിരം ഉപയോഗിക്കേണ്ട സംഭവങ്ങളായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ടിക്കറ്റിന് എന്ത് പറയുന്നത് കഴിഞ്ഞാൽ തെസ്കീറ എന്ന് പറയും. ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ചില അറബികൾക്കൊന്നും അറിയില്ല. അപ്പോൾ പറയും പിന്നെ ഇംഗ്ലീഷ് അറിയണ അറബികളുണ്ട്. ആയിക്കോട്ടെ, അറിയണവരുണ്ടാവും അറിയാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് തെസ്കീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് തന്നെ ലീവ് എങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇജാസ. ഇജാസ ലീവ്. മനസ്സിലാക്കണം കേട്ടോ. നമുക്ക് അറിയ കാര്യം അറിയണ തട്ടി മാറ്റി അറിയാത്തവർ ഇവിടെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ്. നാട്ടിൽ പോയാലും വേണം, നാട്ടിൽ നിന്ന് വന്നാലും വേണം. അങ്ങനെ എന്താ എനിക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ഈ കമൻറ്റ് ഇട്ടതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ. അപ്പോൾ അറിയാത്തവർക്ക് ഒന്ന് തട്ടി കൊടുത്താൽ ആർക്കെങ്കിലും പറയപ്പെട്ടോട്ടെ. ആരെങ്കിലും ഒക്കെ ഉണ്ടോ, ഉപയോഗമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? പിന്നെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് അത് ഷെയർ അത്യാവശ്യം പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. ഓക്കെ. തട്ടി മാറ്റിക്കോളി, ലൈക്ക് കൊടുത്തോളി, ഫോളോ ചെയ്തോളി.